നമസ്കാരം. ഇന്ത്യയിൽ പതിറ്റാണ്ടുകളോളം അധികാരത്തിന് പുറത്തു നിർത്തപ്പെട്ടൊരു വലിയ സമൂഹം എങ്ങനെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തികളിലൊന്നായി മാറിയത്? വെറുമൊരു വോട്ട് ബാങ്ക് എന്ന നിലയിൽ നിന്ന് ഭരണത്തിലേക്ക് കുതിച്ചുയർന്ന ബഹുജൻ സമാജ് പാർട്ടിയുടെ ആ ഒരു അവിശ്വസനീയമായ കഥയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതെ, ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തപ്പെട്ട് ശബ്ദമില്ലാതാക്കപ്പെട്ട ഒരു വലിയ ജനവിഭാഗം എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് ഭരണം പിടിച്ചത്? ആ അധികാരത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ യാത്രയുടെ തുടക്കം എവിടെയാണെന്നറിയാൻ നമ്മൾ ആദ്യം ഡോക്ടർ അംബേദ്കറിന്റെ കാലശേഷമുള്ള ഘട്ടത്തിലേക്ക് പോകണം. ആ സമയത്ത് ദളിത് രാഷ്ട്രീയം ഒരുതരം നിശബ്ദതയിലായിരുന്നു. എന്നാൽ 1970കളിൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു പുതിയ ഉണർവുണ്ടായി. ആ വിപ്ലവത്തിന്റെ തീപ്പൊരി എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കാം. ആ വലിയൊരു മാറ്റത്തിന്റെ ആദ്യത്തെ തീപ്പൊരി വരുന്നത് 1972 മഹാരാഷ്ട്രയിൽ നിന്നാണ്. ദലിത് പാന്തേസ് എന്നായിരുന്നു ആ സംഘടനയുടെ പേര്. നാംദേവ് ദസാലിനെ പോലുള്ള നേതാക്കളുടെ കീഴിൽ അമേരിക്കയിലെ ബ്ലാക്ക് പാന്തേഴ്സ് പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അവർ രംഗത്തു വന്നത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അവർ ശരിക്കും പിടിച്ചുകുലുക്കി. ശരി, മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് നേരെ ഉത്തരേന്ത്യയിലേക്ക് വരാം. കാരണം ഇവിടെയാണ് ദലിത് രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ചൊരു വ്യക്തിയുടെ ഉദയം നമ്മൾ കാണുന്നത്. സാക്ഷാൽ കാൻഷിറാം. ഒരു പ്രസ്ഥാനത്തിന്റെ ശില്പി എന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. കാൻഷിറാമിന്റെ രീതി വളരെ ആസൂത്രിതവും ഘട്ടം ഘട്ടമായുള്ളതുമായിരുന്നു. അദ്ദേഹം പെട്ടെന്നൊരു ദിവസം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയല്ല ചെയ്തത്. ആദ്യം 1978 പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ ഒന്നിപ്പിച്ചുകൊണ്ട് ബാംസെഫ് എന്ന സംഘടനയുണ്ടാക്കി. പിന്നെ 1981 DS4 എന്ന സാമൂഹിക സംഘടനയിലൂടെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തി. ഇത്രയും ശക്തമായ ഒരു അടിത്തറയിട്ട ശേഷമാണ് 1984 ഏപ്രിൽ 14 അംബേദ്കർ ജയന്തി ദിവസം അദ്ദേഹം ബഹുജൻ സമാജ് പാർട്ടിക്ക്, അതായത് BSPക്ക് രൂപം നൽകുന്നത്. ഇനി പാർട്ടിയുടെ ചിഹ്നം, അതെന്തിനാണ് ആന തെരഞ്ഞെടുത്തതെന്നറിയാമോ? അതൊരു വെറും ചിഹ്നമായിരുന്നില്ല, അതൊരു ഭയങ്കര സ്ട്രാറ്റജിക് നീക്കമായിരുന്നു. കാരണം ഈ ആന ചിഹ്നം പണ്ട് അംബേദ്കറിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടേതായിരുന്നു. ഇതിലൂടെ BSPയെ അംബേദ്കറിന്റെ പാരമ്പര്യവുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കാൻഷിറാമിന് സാധിച്ചു. അപ്പോൾ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിന് പിന്നിൽ വെറുമൊരു സംഘടന മാത്രമല്ല ഉണ്ടായിരുന്നത്. അതിലും ശക്തമായ ഒരു വിപ്ലവകരമായ ആശയമുണ്ടായിരുന്നു. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള അതുവരെയുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെ മുഴുവൻ തിരുത്തിയെഴുതിയൊരാശയം. അതാണ് ബഹുജൻ എന്ന ആശയം. എന്താണ് ഈ ബഹുജൻ സമാജ്? സിമ്പിളായി പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ സമൂഹം. കാൻഷിറാമിന്റെ ലോജിക് വളരെ ക്ലിയറായിരുന്നു. പട്ടികജാതി, പട്ടികവർഗം, മറ്റു പിന്നാക്ക വിഭാഗങ്ങൾ, പിന്നെ ന്യൂനപക്ഷങ്ങൾ, ഇവരെല്ലാം ചേർന്നാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം നമ്മളാണ്. അപ്പോൾ പിന്നെ നമ്മളല്ലേ ഭരിക്കേണ്ടത്? ഇതായിരുന്നു ആ രാഷ്ട്രീയത്തിന്റെ കാതൽ. ഈ ഒരു ആശയം ആളുകളിലേക്ക് എത്തിക്കാൻ കാൻഷിറാം ഉപയോഗിച്ച കണക്ക് വളരെ സിമ്പിളും എന്നാൽ വളരെ പവർഫുള്ളുമായിരുന്നു. അദ്ദേഹം സമൂഹത്തെ രണ്ടായിട്ട് കണ്ടു. 85% വരുന്ന ബഹുജൻ, അതായത് അടിച്ചമർത്തപ്പെട്ട ഭൂരിപക്ഷം, പിന്നെ 15% വരുന്ന സവർണ ഭരണവർഗം. ഈ 85% അവരുടെ യഥാർത്ഥ ശക്തിയെക്കുറിച്ച് ബോധവാന്മാരാക്കി ഒന്നിച്ചു നിർത്തുക, അതായിരുന്നു ലക്ഷ്യം. ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യകാലത്തെ ആ ഒരു തീവ്രതയും രോഷവും മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ മുദ്രാവാക്യം മാത്രം കേട്ടാൽ മതി. ബ്രാഹ്മണ, ബനിയ, ഠാക്കൂർ വിഭാഗങ്ങളെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ള ഈ മുദ്രാവാക്യം അവരുടെ അന്നത്തെ ദിശാബോധം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. BSPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വെറും സാമ്പത്തികമായ ഉന്നമനം മാത്രമായിരുന്നില്ല. അതിനപ്പുറം നിലവിലുള്ള ജാതി വ്യവസ്ഥയെ തന്നെ തകർത്ത് എല്ലാവർക്കും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക പരിവർത്തനം, അതായിരുന്നു അവരുടെ യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ ശരി, ഈ ഐഡിയോളജിയൊക്കെ കൊള്ളാം. പക്ഷേ ഇതെങ്ങനെയാണ് ഉത്തർപ്രദേശ് പോലുള്ള വലിയ സംസ്ഥാനത്ത് യഥാർത്ഥ രാഷ്ട്രീയ വിജയങ്ങളായി മാറിയത്? നമുക്ക് നോക്കാം. വർഷം 1993. ഓർക്കണം, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷമുള്ള വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കാലം. അപ്പോഴാണ് BSP മുലായം സിംഗ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുമായൊരു നിർണായക സഖ്യമുണ്ടാക്കുന്നത്. അന്ന് UPയിലെ തെരുവുകളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. മിലേ മുലായം കാൻഷിറാം, ഹവാമേ ഉഡ്ഗയെ ജയ് ശ്രീറാം. ഈ സഖ്യം BJPയുടെ മുന്നേറ്റത്തെ അന്ന് ശക്തമായി തടഞ്ഞു നിർത്തി. അധികം വൈകിയില്ല. വെറും 2 വർഷങ്ങൾക്കിപ്പുറം 1995 ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ മാറിമറിഞ്ഞൊരു നിമിഷം വന്നു. BJPയുടെ പിന്തുണയോടെ മായാവതി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ദളിത് വനിത മുഖ്യമന്ത്രി. അതൊരു സാധാരണ അധികാരമാറ്റമായിരുന്നില്ല, അതൊരു വിപ്ലവം തന്നെയായിരുന്നു. അപ്പോ മായാവതി മുഖ്യമന്ത്രിയായി. അവരുടെ ഭരണം എങ്ങനെയായിരുന്നു?
കിട്ടിയ അധികാരം അവർ തന്റെ സമൂഹത്തെ ശാക്തീകരിക്കാൻ എങ്ങനെയാണ് ഉപയോഗിച്ചത്? നമുക്ക് നോക്കാം. മായാവതി അധികാരത്തിലേക്ക് വന്നപ്പോൾ തന്നെ അവരുടെ മുൻഗണനകൾ എന്താണെന്ന് അവർ കൃത്യമായി കാണിച്ചു തന്നു. ദളിത് ഭൂരിപക്ഷ ഗ്രാമങ്ങളെ അംബേദ്കർ ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ച് അവിടെ പ്രത്യേക വികസനമെത്തിച്ചു. ലക്നൗ പോലുള്ള നഗരങ്ങളിൽ അംബേദ്കർക്കും കാൻഷിറാമിനും മറ്റു ദളിത് നേതാക്കൾക്കുമായി ഭീമാകാരമായ പാർക്കുകളും പ്രതിമകളും പണിതു. ഇത് കണ്ടിട്ട് പലരും വിമർശിച്ചു. പക്ഷേ അതൊരു വെറും കോൺക്രീറ്റ് കെട്ടിടങ്ങളായിരുന്നില്ല. മറിച്ച് അതുവരെ അവഗണിക്കപ്പെട്ട ഒരു ജനതയുടെ ചരിത്രവും സ്വത്വവും പൊതുമണ്ഡലത്തിൽ സ്ഥാപിക്കാനുള്ള അതിശക്തമായൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു അത്. എന്നാൽ കാലം മുന്നോട്ടു പോകുന്തോറും മായാവതി ഒരു കാര്യം തിരിച്ചറിഞ്ഞു. രാഷ്ട്രീയത്തിൽ പ്രായോഗികത വളരെ പ്രധാനമാണ്. അങ്ങനെയാണ് ബഹുജൻ സമാജ് എന്ന ആശയത്തിൽ നിന്ന് അവർ ഒരു തന്ത്രപരമായ മാറ്റം കൊണ്ടുവരുന്നത്. 2007 ആയപ്പോഴേക്കും ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള സവർണ വിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സർവജൻ സമാജ് അഥവാ എല്ലാവരുടെയും സമൂഹം എന്ന പുതിയ ആശയം അവർ മുന്നോട്ടുവെച്ചു. ആ മാറ്റം വെറുതെയായില്ല. അതിന്റെ ഫലം അവിശ്വസനീയമായിരുന്നു. 2007 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ശരിക്കുമൊരു രാഷ്ട്രീയ അത്ഭുതമാണ്. BSP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി ഉത്തർപ്രദേശിൽ അധികാരത്തിലെത്തി. മായാവതിയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ ഏറ്റവും വലിയ വിജയമായി അത് മാറി. അപ്പോൾ UPയിൽ BSP ഒരു വൻ ശക്തിയായി. പക്ഷേ ഈ UP മോഡൽ എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വിജയിച്ചില്ല? അതിന് പല കാരണങ്ങളുണ്ട്. തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ വിടുതലൈ ചിരുതൈകൾ കക്ഷി VCK പോലുള്ള ശക്തമായ പ്രാദേശിക പാർട്ടികളാണ് ദളിത് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താണ്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ കാൻഷിറാം എന്നൊരൊറ്റ മനുഷ്യന്റെ കാഴ്ചപ്പാടും കഠിനാധ്വാനവും അതുവരെ വെറുമൊരു വോട്ട് ബാങ്ക് മാത്രമായി കണ്ടിരുന്ന ഒരു വലിയ ജനവിഭാഗത്തെ ഭരണാധികാരികളാക്കി മാറ്റി. അത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ അധികാരത്തിന്റെ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ചു. നമ്മളിത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്നാലോചിച്ച് നോക്കൂ. ഒരു സമൂഹം സ്വന്തം സ്വത്വത്തിൽ അഭിമാനിച്ച് ജനാധിപത്യത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് അധികാരത്തിലെത്തുന്ന ഈ കഥ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ ചർച്ചയ്ക്ക് ശേഷം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിലെ നോട്ട് വായിക്കാവുന്നതാണ്. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.